ഇപ്പോൾ മിക്കവാറും ആളുകളൊക്കെ ഓൺലൈനായിട്ടാണ് ഡിഗ്രിയും പി ജിയൊക്കെ എടുക്കുന്നത്. ഓൺലൈനായിട്ട് ഡിഗ്രിയും പി ജിയും എടുക്കുന്നവർ വരുത്തുന്ന പ്രധാനപ്പെട്ട 6 മിസ്റ്റേക്കുകൾ പറയാം. ആ മിസ്റ്റേക്ക് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. കാര്യം ചിലർ വീഡിയോ മുഴുവൻ കാണില്ല. മിസ്റ്റേക്ക് വരാതിരിക്കാൻ കൃത്യമായിട്ട് ഗവേഷണം നടത്തുക. അതിന് സഹായിക്കുന്നത് ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, edufolio.org. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഡിഗ്രി എടുക്കുന്നത്, ഡിഗ്രി ആണോ പി ജി ആണോ, നിങ്ങൾക്ക് എത്ര ഫീസ് താങ്ങാൻ പറ്റും, അംഗീകാരത്തെക്കുറിച്ച്, കോളേജിനെ കുറിച്ച്, യൂണിവേഴ്സിറ്റിനെ കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഒരിക്കലും തെറ്റിപ്പോകില്ലെന്ന് ഉറപ്പുള്ളത് സജസ്റ്റ് ചെയ്യും, ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തായാലും പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫീസ് മാത്രം നോക്കിയിട്ട് കുറേ യൂണിവേഴ്സിറ്റി അന്വേഷിക്കുന്നു. അതിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് അങ്ങനെയില്ല. ഏറ്റവും കുറഞ്ഞ ഫീസ് ഉള്ളത് പിന്നെ മോശം കോഴ്സൊന്നോ ഏറ്റവും കൂടിയത് നല്ല കോഴ്സൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഗവേഷണം നടത്തിയിട്ട് കൃത്യമായിട്ട് റിസർച്ച് നടത്തിയിട്ട് അതിനെന്താണോ ഫീസ് വരുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് പരസ്യം കണ്ടിട്ട് പോയിട്ട് ജോയിൻ ചെയ്യും. അതിനകത്ത് അംഗീകാരങ്ങളെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടോ, നാക്ക് അംഗീകാരമുണ്ടോ, നാക്ക് ഗ്രേഡ് ഏതാണ്, UGC അംഗീകാരമുണ്ടോ, AICTE അംഗീകാരമുണ്ടോ, ഇതൊന്നും നോക്കൂല. ഇതൊക്കെ നമ്മൾ സഹായിക്കാം. മൂന്നാമത്തതാണ് മിക്കവാറും ആളുകൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഒരാൾ ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായിട്ട് MBAക്ക് ചേർന്നു, എന്നാൽ പിന്നെ ഞാനും ചേർന്നേക്കാം. ഫ്രണ്ട്സ് ഇതിനെക്കുറിച്ച് ആവണമെന്നില്ല. അവൻ്റെ ഫ്രണ്ടിനെ മറ്റൊരാളോട് ചോദിച്ചിട്ട് ചെയ്തായിരിക്കാം. നിങ്ങളത് ചെയ്യരുത്. ഫ്രണ്ട് പോകുന്ന കോഴ്സല്ല നിങ്ങളുടെ കോഴ്സ്. അതുപോലെ അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട്, യൂണിവേഴ്സിറ്റി സപ്പോർട്ട്. ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം ചില യൂണിവേഴ്സിറ്റികൾ വേണ്ടത്ര സപ്പോർട്ട് തരില്ല. അപ്പോൾ ഏറ്റവും നല്ല സപ്പോർട്ട് തരുന്ന യൂണിവേഴ്സിറ്റിക്ക് ഏതാണെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് പോലും ഒരു മാർക്കറ്റിംഗ്, ഒരു പരസ്യമായിട്ട് തോന്നും. ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആളുകളുടെ പരസ്യത്തിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ്. ഒരു അഡ്രസ്സ് വേണം. ആരാണ് പറയുന്നത്, എവിടെ നിന്നാണ് പറയുന്നത്, എന്താണിത്, അയാളെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള പരസ്യങ്ങളാണെങ്കിൽ ഓക്കെ, അല്ലാത്തതാണെങ്കിൽ പലപ്പോഴും ഫേക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ വീണു പോകുന്നതാണ്. അങ്ങനെ വീണു പോകാതിരിക്കുക. ഓൺലൈനായിട്ട് ഡിഗ്രിയോ പി ജിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് എജുഫോളിയോയുടെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും അവിടെ കിട്ടും. താങ്ക് യു.